ഹായ് പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ചട്ടി ഓംപ്ലേറ്റ് ആണ് ഉണ്ടാക്കാൻ പോണത്. ചട്ടി ഓംപ്ലേറ്റ് പറയുമ്പോൾ ഞാൻ കനലിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങളെന്ന് കാണിച്ചു തന്നാൽ പരിചയപ്പെടാം. ആദ്യം വേണ്ടത് നാടൻ മുട്ടയാണ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സബോള, ഒരു 3 പച്ചമുളക്, മല്ലിയില, ആവശ്യത്തിന് കറുവേപ്പില, ഉപ്പ്, വെളിച്ചെണ്ണ, ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ഇവിടെ കനൽ ആംപ്ലേറ്റ് ഉണ്ടാക്കാൻ പോണത്, ചട്ടി ആംപ്ലേറ്റ് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ നമ്മൾക്ക് ആദ്യം വേണ്ടത് കനലാണ്. അപ്പൊ കനൽ ഉണ്ടാക്കിയാലോ. അപ്പൊ കനലാവട്ടെ. അപ്പോഴേക്ക് നമുക്ക് ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് അരിയാനുണ്ട്. അപ്പൊ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ കനലൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ഒന്ന് മുട്ടയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത സാധനമൊക്കെ ഇതിലിട്ടിട്ടുണ്ട്, നോക്കിക്കോളൂ. പച്ചമുളക്, ഉള്ളി, കറുവേപ്പില, മല്ലിയില, ഉപ്പ് ആവശ്യത്തിന്. നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല നാടൻ മുട്ടയാണ്, നോക്കിക്കോളൂ. നമുക്കൊന്ന് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കനല് നല്ല ചൂടായിട്ടുണ്ട്. നമുക്കിങ്ങനെ കാട്ടാൻ പറ്റില്ല. നമുക്കപ്പോൾ നമ്മുടെ ഗ്രില്ല് വെച്ച് കൊടുക്കാം. ഏറ്റവും താഴത്ത് വെച്ച് കൊടുക്കണം. ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പാത്രം വെച്ച് കൊടുക്കാം. ഇത് ഇപ്പൊ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കണം. നന്നായി ചൂടാവട്ടെ. നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കപ്പോൾ മുട്ടയൊന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് വേവട്ടെ. അപ്പോൾ നമ്മുടെ മുട്ടയാമ്പളൊക്കെ പൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചൂടില്. അപ്പോൾ പൊരിയിട്ട് അത്രയും ആവട്ടെ. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഒരു ചട്ടിയും കൂടെ എടുക്കുന്നുണ്ട്, നോക്കിക്കോളൂ. ഇതിലൊരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ടേബിൾ സ്പൂൺ ഒന്നുമില്ല, ഒന്ന് തടവി വിടുന്നത്. ഈ കരണ്ടിയും കൂടെ ഒന്ന് നല്ലപോലെ ചൂടാവട്ടെ. എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ ചട്ടി കൊണ്ട് മൂടി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് നല്ല മുറുകി വരട്ടെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഒന്ന് മുറുകി വരട്ടെ. തുറന്ന് നോക്കട്ടെ. ഒരു സൈഡ് ഇതാ വെന്തിട്ടുണ്ട്. നമുക്ക് ഒരു സൈഡ് മറിച്ചിടാൻ. നോക്കൂ, ഇത്രയും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ കനലിലായതുകൊണ്ട് ഇത്തിരി ടൈം എടുക്കും, പക്ഷെ നല്ല ടേസ്റ്റി ആയിരിക്കും. മെല്ലെ ആവുള്ളൂ. ഒരു ചട്ടി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. പക്ഷെ 2 ചട്ടി വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പൊട്ടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഒരു ചട്ടി വെച്ചിട്ടും വീട്ടിൽ ചെയ്യാവുന്നതാണ്. മെല്ലെ പൊട്ടാതെ എടുക്കണമെന്നേ ഉള്ളൂ. ഇത് ഞാൻ പൊട്ടാതെ ഇരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി 2 വെച്ചേ ഉള്ളൂ. അപ്പോൾ ഒന്നും കൂടി നമുക്ക് മറിച്ചിട്ട് നോക്കട്ടെ. ഈ സൈഡും ആയിട്ടുണ്ട്. കനലിൽ ചുട്ട അടിപൊളി ചട്ടി ആംപ്ലേറ്റ് നോക്കിക്കോളൂ. നല്ലപോലെ വെന്ത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയത്. ഇതാ ഒന്ന് ചുട്ടെടുത്ത് കഴിഞ്ഞു. നമുക്കിനി ഒന്നും കൂടി ഒഴിക്കാനുണ്ട്, ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ലേശം 2 ടേബിൾ സ്പൂൺ എണ്ണ മതി, ഇത്ര മതി. ഇതൊന്ന് നല്ലപോലെ ചൂടാട്ടെ. ഇത്തിരി ടൈം എടുക്കും. നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് മുറുകട്ടെ. നമുക്കൊന്ന് മൂടി വെക്കാം. ബാബു, നമ്മുടെ മുട്ട ആംപ്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. മുട്ട ആംപ്ലേറ്റ് ഒക്കെ റെഡി ആയില്ലേ? ഒന്ന് വെന്തോണ്ടിരിക്കണം. സൂപ്പർ ആയിട്ടില്ലേ? ഇത് നല്ല ചൂടാണ്. ഇത് തണുത്തിട്ടുണ്ട്. ഇത് കഴിച്ചു. എങ്ങനെയുണ്ട്? നല്ല പൊളപ്പനായിട്ട്. നല്ല അത്രയും ഹെവി ചൂടാണത്. നല്ല സംഭവം കാണുമ്പോ തന്നെ അറിയാം. കിട്ടിക്കാച്ചി ലുക്കാണ്. നല്ല അപ്പത്തിനെ പോലെ ഉണ്ട്. കിട്ടിക്കാച്ചി സൂപ്പർ. ആൻഡ് കഴിച്ചു നോക്കട്ടെ. കഴിച്ചു നോക്ക്, നല്ല പറയാം. വായ കൊണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നു. എങ്ങനെയുണ്ട്? കടിച്ചിട്ടുള്ളൂ. അവൾക്ക് ഞാൻ പറയാം. ഉള്ളൊക്കെ അസലായി വന്നിട്ടില്ലേ? കൊണ്ട് കാര്യമില്ല. പക്ഷെ അതാണ് കനലിലെ കാര്യമാണിത്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്. അല്ല, കനലിൽ വെച്ചപ്പോ എങ്ങനെയുണ്ട്? പൊളിച്ചു. ഞാൻ കനലിൽ വെച്ച അത്ര പൂർണ്ണമായിട്ട് വേഗുന്ന് വിചാരിക്കുകയില്ല. അമ്മാരെ ചൂട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല ചൂടാണത്. നല്ല ചൂട് നിൽക്കുന്നില്ല, കനലിൽ നിൽക്കുന്നുണ്ട്. വെള്ളം ഇങ്ങനെ ഒറ്റിച്ച ചെറിയൊരു മഴയൊക്കെ പെയ്തു. പക്ഷെ ഞങ്ങൾ അതിനെ തരണം ചെയ്തുകൊണ്ട്
ഞങ്ങളുടെ ചട്ടി ഓംപ്ലേറ്റ് ഇപ്പോൾ പൂർണ്ണമായി സക്സസ് ആയിരിക്കുകയാണ്. എല്ലാവരും ചട്ടി ഓംപ്ലേറ്റ് ഇതുപോലെ വെള്ളം ആക്കുമ്പോഴേക്കും പോച്ചാഞ്ചി കൊടുക്കുകയാണ് നല്ല മഴ പെയ്തിട്ട്. അത്രയും ചൂടാണ്. എന്തായാലും ചട്ടി ഓംപ്ലേറ്റ് എല്ലാവരും ഉണ്ടാക്കുക, പുഷ്പമ്മ പറഞ്ഞ പോലെ ഉണ്ടാക്കുക, എന്നിട്ട് കഴിച്ചു നോക്കുക. കനൽ വീട്ടിൽ തന്നെ ചെറുതായിട്ടൊന്ന് കത്തിച്ച് കനലാക്കിയിട്ട് അതിൽ വെച്ച് കഴിച്ചാലും മതി. ഇന്ന് കഴിക്കും തോറും മധുരം കൂടുന്ന ചായ പോലെ കഴിക്കും തോറും നല്ല ടേസ്റ്റ് കൂടുന്നുണ്ട്. നന്നായി എനിക്ക് എന്ത് കഴിക്കാം, ചോറിനും അടിപൊളി അടിപൊളി അടിപൊളി. ഒരു ചപ്പാത്തി ഒക്കെ ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നൈസ് കഴിക്കുകയൊക്കെ ചെയ്യാം. നല്ല ടേസ്റ്റ്. ചോറുണ്ണാനും തന്നെ ബെസ്റ്റ്, അടിപൊളിയായിരിക്കും. എന്തെങ്കിലും പറയും നമ്മുടെ ആളുകൾ. എന്താ വെച്ചാൽ ഇതുപോലെയൊക്കെ ചെയ്ത് ചൂടോടെ മഴയാണ്, ചൂടോടെയൊക്കെ അടുപ്പിലൊക്കെ ചെയ്ത് ഇതുപോലെയൊക്കെ ചെയ്യാ. പിന്നെ എല്ലാവരുടെ അടുത്ത് എന്താ ഞാൻ പറയാ, നല്ല ടേസ്റ്റി ആയിരിക്കും. നല്ല ടേസ്റ്റ് ഉള്ള സാധനം. ചുട്ട അടിപൊളി കരണ്ടി ചട്ടി ആംപ്ലേറ്റ്. ചട്ടി ആംപ്ലേറ്റ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തിട്ട് പുഷ്പമ്മനെ അറിയിക്കുക. എന്നാൽ പുഷ്പമ്മയ്ക്ക് സന്തോഷവും. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൊടുക്കുക, കനലിൽ ചെയ്യുക ചട്ടി ഓംപ്ലേറ്റ്. അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും പഠിക്കിച്ചേ ബൈ.